ചില ഫാമിലീസിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഈ 3 ലെവലിലുണ്ടാവുക. ഒരു കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹാർമണി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, കുടുംബത്തിലെ മക്കൾ ബിസിനസ് ലീഡ് ചെയ്താൽ ഈ സാധനം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഫോർമുല ഉണ്ടാവാൻ പാടില്ല. ഒരു ഫാമിലി ബിസിനസ്സിൽ ഫൗണ്ടർ ചെയ്യേണ്ട ഒരു പണി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഓണേഴ്സ് ആവാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 50 മിത്തുകൾ നമ്മൾ പൊളിച്ചടക്കാൻ പോവാണ് അല്ലേ, ഈ ബുക്കുകൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എനിക്ക് അതിൻ്റെ ഒരു ലിസ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് പ്രൊഫഷണൽ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഹാർമണി എന്ന് പറഞ്ഞൊരു പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എഗ്രിമെൻ്റ് കേസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഡെമോക്രസി, എവരിവൺ ഹാസ് എ സേ, ദ ബിസിനസ് ഷുഡ് ബി റൺ ലൈക്ക് എ ഡെമോക്രസി. അതെന്താണ് എക്സാക്ട്ലി, എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? അതായത് ഡെമോക്രസിൻ്റെ ഒരു ആശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഭൂരിപക്ഷം വരുന്ന അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിന് സമയമെടുത്തോളം എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല രീതിയല്ല. കാരണം എപ്പോഴും ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകുമ്പോൾ അത് പൊതുവെ ഒരു ആവറേജ് അഭിപ്രായമായിരിക്കും. അങ്ങനെ ഒരു മിത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫാമിലി ബിസിനസ്സുകളിൽ. നോൺ ഫാമിലി ബിസിനസ്സിലാകുമ്പോൾ ഓബിയസ്ലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റൗണ്ട് ദ ടേബിൾ ഉണ്ടാവുക. പക്ഷെ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്തല്ലോ, നമുക്ക് ഓൾറെഡി ദൈവം തന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ പിന്നെ വളരെ ഫോർവേഡ് തിങ്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രോഫിറ്റിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ വളരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ബിസിനസ് ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ വിൽ ബി ദർ. ഇവരിടയിൽ പോയിട്ട് നമ്മളൊരു സ്ട്രാറ്റജിക് തീരുമാനം എടുക്കാൻ പോവുകയാണ്, നമ്മൾ ഒരു പുതിയ ഫാക്ടറി ഇടാൻ പോവുകയാണ്, സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാവരും കൂടി ഒപ്പീനിയൻ വോട്ടിട്ടിട്ട് 51% എടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും അഗ്രസീവ് ഡിസിഷൻസ് ആവില്ല. അപ്പോൾ അവിടെ എൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഫാമിലി ബിസിനസ്സിനും വി ഷുഡ് ഹാവ് എ ലീഡർ അലൊക്കേറ്റഡ്. ഹി മേ ഹാവ് എ ടെന്യൂർ, ചിലപ്പോൾ നമ്മളൊരു 5 ഇയേഴ്സിനൊക്കെ ടെന്യൂർ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ അയാളാണ് ആ ബിസിനസ്സിന് റെസ്പോൺസിബിൾ, അയാളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, അയാളാണ് ടേക്ക് എടുക്കേണ്ടത്. അതിപ്പം ഈ വോട്ട് ഇട്ടിട്ട് എടുക്കേണ്ട ഡിസിഷൻ അല്ല, ബേസിക്കലി അല്ല. ലീഡർഷിപ്പ് അവിടെ തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ വേറെ ചോദ്യം വരും, അങ്ങനത്തെ ഒരാൾ കുടുംബത്തിൽ ഇല്ലെങ്കിലോ എന്നുള്ളത്. അങ്ങനത്തെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ നമ്മൾ പുറത്തെ ഫാമിലിയിൽ കൊണ്ട് എൻഗേജ് ചെയ്യണം. വി മേക്ക് ഹിം എ CEO ഔട്ട്സൈഡ് ദ ഫാമിലി. ഓക്കെ, ഇപ്പോൾ ഈ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലെയർ ഓഫ് അതോറിറ്റി വരുന്നത്. ഒന്ന്, നമ്മളുടെ ബിസിനസ്സുകൾ മാനേജ് ചെയ്യുന്ന CEOs. ഇപ്പോൾ നിങ്ങളെ ഫാമിലിക്ക് ലേറ്റസ്റ്റ് ഒരു 3 ബിസിനസ് ഉണ്ട് വിചാരിച്ചോളൂ. ഈ 3 ബിസിനസ്സിന് 3 CEOs ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ മുകളിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് അഡ്വൈസേഴ്സ് ഓർ ബോത്ത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ വരുന്നത് മിഡ് ലെവലാണ്. അതിൻ്റെ മുകളിൽ വരുന്നതാണ് ഓണേഴ്സ്, അല്ലെങ്കിൽ ഓണേഴ്സ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ. ഓണേഴ്സ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓണേഴ്സ് ഉണ്ടാവില്ല, ഓണേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്. ചിലപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനൊക്കെ എത്തുന്ന ചിലപ്പോൾ ഓണർ റൂമിൽ ഓണർഷിപ്പ് ലെവലുള്ളത് ചിലപ്പോൾ 5-10 ആൾക്കാരുണ്ടാവും. പക്ഷെ അവരിൽ നിന്നൊരു 3-4 ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഓണേഴ്സ് റൂമിലേക്ക് അവർ എലക്ട് ചെയ്തിട്ടുണ്ടാവുക. അവരെ കൂട്ടത്തിൽ ഏറ്റവും ബിസിനസ്സിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരും അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു 3 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ചില ഫാമിലീസിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഈ 3 ലെവലിലുണ്ടാവുക. CEO ലെവലിലും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും, ബോർഡിലും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണൽ ഫാമിലി. ഓക്കെ, മറ്റേ ഫാമിലി ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല, നേരെ CEO ആയിരിക്കും ഉണ്ടാവില്ല. അതൊരു കഥയായിരിക്കും, അത് എന്തൊക്കെയാണെന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും. ഒരു പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫാമിലിയിൽ 3 ടയർ ആയിരിക്കും ഉണ്ടാവുക. ഈ ടയറിൽ പോലും ചിലപ്പോൾ പക്ഷേ CEOയിൽ ഫാമിലി മെമ്പർ ആവാം, നോൺ ഫാമിലി മെമ്പർ ആവാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഫാമിലി മെമ്പർ ആവാം, നോൺ ഫാമിലി മെമ്പർ ആവാം. പക്ഷെ ഓണേഴ്സ് റൂമിൽ എപ്പോഴും എന്തായിരിക്കും, ഫാമിലി മെമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു CEO ലെവലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു ഫാമിലി മെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹയർ സംവൺ ഹു ഈസ് ഹാവിങ് ദറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഈ ഫാമിലി ബിസിനസ്സാണ്, നമുക്കൊരു ലെഗസി ഉണ്ട്, നമുക്കൊരു കൾച്ചർ ഉണ്ട്, ഒരു പാരമ്പര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒന്നും വേണ്ട എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ഗ്രോത്തിൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രോത്ത് എന്ന ടോപ്പിക്കിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു വലിയൊരു മിത്താണ് അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ദ മോർ പീപ്പിൾ നോ യു, ദ മോർ ദേ വിൽ ട്രസ്റ്റ് യു. ഐ മീൻ ലൈക്ക് ഓഫ് കോഴ്സ് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളൊരു നെഗറ്റീവ് രീതിയിലാണ് യു ആർ ഗെറ്റിംഗ് യുവർ സെൽഫ് നോൺ മീൻസ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഇഫക്റ്റ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് മാർക്കറ്റിൽ. ഡെഫിനറ്റ്ലി.
അപ്പോൾ ഇപ്പോൾ ഈ ബ്രാൻഡിങ്ങൾ പറഞ്ഞത് ഈസ് നോട്ട് ജസ്റ്റ് അപ്ലിക്കബിൾ ഫോർ ദ ബിസിനസ്, ഈവൻ ഫാമിലീസ് ഷുഡ് ബ്രാൻഡ്. ആൻഡ് നൗ ദാറ്റ് ഈസ് സംതിങ് അഗെയിൻ ചിലപ്പോൾ പക്ഷേ ഫാമിലീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതി ആയിരിക്കും. ഫാമിലിന് ബ്രാൻഡ് ചെയ്യേ, ലൈക്ക് യുനോ ഇപ്പോൾ നമുക്കറിയാം ചില ഫാമിലീസ് ഓൾറെഡി ഫേമസ് ആണ്, ചില നെയിംസ് ഓൾറെഡി ഫേമസ് ആണ്, വിനോദം. ചില ഫാമിലീസ് ഗ്രോയിങ് ബിസിനസ്സുകളായിരിക്കും. ചിലപ്പോൾ നെക്സ്റ്റ് ഡെക്കേഡ്സിലൊക്കെ ഇനി ആ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നല്ലൊരു പ്രോമിനൻറ്റ് പൊസിഷനിലേക്ക് എത്താൻ പോണത്. സോ അങ്ങനത്തെ ഫാമിലികൾക്ക് ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് സെൻസ് ദാറ്റ് ദേ ബ്രാൻഡ് ദ ഫാമിലി. അപ്പോൾ ബ്രാൻഡ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ ദർ ഈസ് ലോട്ട് ഓഫ് തിങ്സ് ടു ബി ഡൺ ഓൺ ദാറ്റ് സൈഡ്. പേരൊക്കെ മാറ്റേണ്ടി വരുമോ? മേ ബി. കാരണം ചിലപ്പോൾ ഒരു ഫാമിലി നെയിം തറവാടോ അല്ല, ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് വൺ തിങ്. നമ്മളുടെ ഒരു ഹെറിഡിറ്ററി നെയിം ഉണ്ടാവും, അതാവണമെന്നില്ല നമ്മളുടെ പബ്ലിക് നെയിം, ജസ്റ്റ് ലൈക്ക് ട്രേഡ് മാർക്സ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് നെയിം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി കമ്പനി നെയിം, റൈറ്റ്? ഒരു ABC എന്ന് പറഞ്ഞ കമ്പനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ XYZ എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫാമിലിനെ പൊസിഷൻ ചെയ്യണം. അതാണ് ബേസിക്കലി ബ്രാൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫാമിലി ഒരു പൊട്ടൻഷ്യൽ ഫാമിലിയാണ്. ഈ ഒരു ഫാമിലി ഈസ് എ ഗുഡ് ഫാമിലി ഫോർ പാർട്ട്ണർഷിപ്സ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ റിലേഷൻഷിപ്സ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ അലയൻസസ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ JV എന്നുള്ള ഒരു ബ്രാൻഡ് ഇമേജ് ഒരു കുടുംബത്തിന് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ബിസിനസ്സിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ബിസിനസ്സിൻ്റെ പേരിലാണ് അത് ആ ഫാമിലിയാണ്, ഇത് ഈ ഫാമിലിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലോറ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ മൈജി ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇതേപോലെ ബിസിനസ്സിൻ്റെ പേരിൽ ചില ഫാമിലി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതല്ല അതിന് വേറെ തന്നെ ഒരു ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ ഒരു XYZ എന്ന് പറഞ്ഞൊരു ബിസിനസ്, ആ ഒരു ബിസിനസ് മാത്രമേ ഫാമിലിക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേര് തന്നെ ആയിരിക്കും ഈ ഫാമിലിൻ്റെ ആ രൂപത്തിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പേര്. പക്ഷെ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്, ചില പേരുകളൊന്നും അങ്ങനത്തെ പേരുകളാവണമെന്നില്ല ബിസിനസ്സിൻ്റെത്. ഇപ്പോൾ മൈ ഫ്ലവർ എന്ന് പറഞ്ഞ ബിസിനസ് ചരിച്ചോളെ, അപ്പോൾ അത് നമ്മൾ ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂസുഫ് അലിഖാൻ്റെ നാട്ടിൽ പോയി MA ഫാമിലി, MA എന്നുള്ള ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ MA ഫാമിലി എന്നുള്ള രീതിയിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെയാണ് ഉദ്ദേശിച്ചത്. അതായത് ആ നെയിമിൻ്റെ ഒരു കപ്പാസിറ്റി ഹാസ് എ ഫാക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് പെറ്റ് സോൺ എന്നാണ് വിചാരിച്ചോളെ, അതൊരു ഫാമിലി നെയിം ആയിട്ട് ഒരു ഫാമിലിൻ്റെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പേരുകൾ ഉള്ള ബിസിനസ്സുകൾക്ക് അത് മാച്ച് ആവില്ല. സോ ദേ ഹാവ് ടു ഹാവ് അനദർ ഫാമിലി ബ്രാൻഡ് നെയിം. പിന്നെ ചില ബിസിനസ്സുകൾ, ചില ഫാമിലീസ് ദേ ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്, സോ ദേ വിൽ ഹാവ് എ ഹോൾഡിംഗ് കമ്പനി. ആ ഹോൾഡിംഗ് കമ്പനി ബ്രാൻഡ് ആയിരിക്കും അവരുടെ ഫാമിലി ബ്രാൻഡായിട്ട് കൊണ്ടുവരേണ്ടത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ടോട്ടലി ബി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ നെയിംസ്. അപ്പോൾ ആ നെയിം ചിലപ്പോൾ പബ്ലിക്കിൽ നോൺ നെയിം ആവണമെന്നില്ല. അപ്പോൾ അത് അറിയേണ്ട സർക്കിളിൽ എന്ത് ചെയ്യണം, അത് അറിയിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫാമിലിനെ ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു പാട്ടിൽ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചുള്ളൊരു കോമൺ പോയിൻ്റാണ് എന്ത്, ഇപ്പം സക്സസ് ഉണ്ടായാൽ, സക്സസ് ആവുന്ന സമയത്താണ് എന്ത് ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ള സംഭവം. അങ്ങനെ ഉണ്ടോ? അതൊരു മിത്തല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൺസ് സക്സസേഷൻ ഈസ് ഡൺ ദ ട്രാൻസിഷൻ ഈസ് കംപ്ലീറ്റ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ബേസിക്കലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്. ഓക്കെ, വാപ്പ മകനെ ഏൽപ്പിച്ചു, ഓക്കെ ഇനി മുതൽ നീ നോക്കിക്കൊണ്ടേക്കോ, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീയാണ് എല്ലാം നോക്കണ്ടേ, നിന്റെ അടുത്തേക്ക് കൊണ്ട് വരണ്ട. ചിലപ്പോൾ അയാൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഈവൻ ഇറ്റ് കുഡ് ബി ദി അതർ വേ, ഹി ഡൈഡ്. ഐ മീൻ ലൈക്ക് ഒറ്റയടിക്ക് ഫാദർ മരണപ്പെടുകയാണ്, മോൻ നെക്സ്റ്റ് ഡേ കയറി വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഓർ ദി ഫാമിലി തിങ്സ് ദാറ്റ് സിൻസ് ഹീസ് ഇൻ ദ സീറ്റ് റൈറ്റ് നൗ ഹി ക്യാൻ ടേക്ക് ഫോർവേഡ്. ഈവൻ ഇഫ് ഈ ആൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല മാനേജ്മെൻ്റ് ഒക്കെ പലയിടത്തും പഠിച്ചു വന്ന ഒരാളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ പല കമ്പനികളിൽ വർക്ക് ചെയ്ത ആളാവാം. തീർച്ചയായിട്ടും. പക്ഷേ അയാൾ ഒറ്റയടിക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞത് ഒരു ഇവൻ്റ് അല്ല, ഒരു ജേണിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് എ സക്സഷൻ ഹാസ് ടു ഹാപ്പൺ 3 years ഫ്രം നൗ, അത് ഇന്ന് മുതൽക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് ഒരു റിലേ റൈസ് പോലെ ആയിരിക്കണം. ആ പഴയ ആൾ ഓടി വന്നിട്ട് മറ്റാൾക്ക് ഇത് കൊടുത്തിട്ട് കൂടെ കുറച്ച് നേരം ഓടുമല്ലോ അവർ. ഇയാൾ ഓടി ഒറ്റയ്ക്ക് നിൽക്കലല്ലോ, രണ്ടാളും ആ ഒരു മൊമെന്റത്തിൽ ഒരു ഓട്ടം ഉണ്ടല്ലോ ഒരുമിച്ച്.
അതേമാതിരി ഓടിപ്പോകണം, രണ്ടാളും കൂടി ഒരുമിച്ച് പോകണം. അപ്പോൾ എന്താണ്, ഓവർ പീരീഡ് ഓഫ് ടൈം ഈ സക്സസറിൻ്റെ റോള് ചെറുതിന് കൂടുതലായി വരും, പോണ ആളത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പോകുന്ന ആൾക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ വേണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് ഇനി വയ്യ ഓടാൻ, ഫ്യൂവലില്ല, ഇനി പോനെ ഏൽപ്പിച്ചിട്ട് ഞാനാണ്ട് മാറണം, അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ചില ഓൺടർപ്രണേഴ്സിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ മാറണം എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലാണ്ടാവുന്ന സമയത്ത് ഈ മാറൽ നടക്കില്ല ഒരു പരിധി വരെ, അല്ലേ? അതല്ല എൻ്റെ റിയാലിറ്റി. അതായത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ പോണതല്ല സക്സഷന്. അത് ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണം. 5 years or 3 years ബിഫോർ പീപ്പിൾ ഷുഡ് നോ ഹൂ ഈസ് എ സക്സസർ. അയാൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്, അയാൾ എന്ത് റോളിലാണ് എൻ്റർ ചെയ്യേണ്ടത്, പിന്നെ അയാൾ ഏത് രൂപത്തിലാണ് ഓർഗനൈസേഷനെ പഠിച്ചിട്ട് മുന്നോട്ട് വരേണ്ടത്, അയാൾ എല്ലാവരെയും കോൺഫിഡൻസ് വിൻ ചെയ്യണം. സി എ ന്യൂ പേഴ്സൺ ഹു സെറ്റിംഗ് ദ ബിസിനസ് വെദർ ഫ്രം ദ ഫാമിലി ഓർ നോട്ട്, ഹി ഷുഡ് വിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ ടീം. കാരണം സീനിയർ മാനേജേഴ്സിനൊക്കെ തോന്നണം ഇവനെ കൊണ്ട് നമ്മൾ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കസ്റ്റമേഴ്സിന് തോന്നണം, സപ്ലയേഴ്സിന് തോന്നണം, ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈവൻ ഫാമിലി മെമ്പേഴ്സിന് തോന്നണം. അതിന് അവർ ഇറ്റ്സെൽഫ് ബ്രാൻഡായി മാറും വേണം അതിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും കോൺഫിഡൻസ് ബിൽഡ് ഓവർനൈറ്റ് പറ്റൂല. ആൻഡ് ദർ ഈസ് എവറി ചാൻസ് ദാറ്റ് ദേ വിൽ മേക്ക് മിസ്റ്റേക്സ്. കാരണം പല കാരണം കൊണ്ട് മിസ്റ്റേക്സ് സംഭവിക്കാം. ചിലപ്പോൾ സഹകരണം കിട്ടാത്തതുകൊണ്ട് തിങ്സ് ക്യാൻ ഗോ റോങ്, ഓർ പിന്നെ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തിങ്സ് ക്യാൻ ഗോ റോങ്. ആൻഡ് ഓൾ ഈസ് ഇതെല്ലാം പ്രശ്നമുള്ള കാരണം എന്ന് വെച്ചാൽ സംബഡി വാസ് നോട്ട് റെഡി ടു മേക്ക് എ പ്ലാൻ. പിന്നെ വേറെ നേരത്തെ ഞാൻ പറയാൻ പോയൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസൈൻ ചെയ്ത് പോണ ഒരാളുണ്ടല്ലോ, മേ ബി ദ ഫൗണ്ടർ ഓർ വാട്ട് എവർ, ഹീ ഷുഡ് ഹാവ് എ പ്ലാൻ. നമ്മളതിന് ഗ്ലൈഡ് പ്ലാൻ എന്ന് പറയും. അതായത് ഒരാൾ ബിസിനസ് റിട്ടയർ ചെയ്ത് വളരെ ആക്റ്റീവ് ലൈഫ് റിട്ടയർ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വെരി ബാഡ് ഫോർ ദെയർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, എവറിത്തിങ്. അവർക്കൊരു നെക്സ്റ്റ് പ്ലാൻ വേണം. ഇവിടുന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് വാട്ട് നെക്സ്റ്റ്? ചിലപ്പോൾ ചാരിറ്റി ഇനീഷ്യേറ്റീവ്സ് ആവാം, യൂഷ്വലി അധികം ആൾക്കാർ അത് ചെയ്യുക. അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ന്യൂ ഇനീഷ്യേറ്റീവ്, ഒരു പുതിയ ബിസിനസ് സ്ക്രാച്ച് തുടങ്ങുന്നതാവാം, ഓർ ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്, ബട്ട് ദർ ഷുഡ് ബി എ പ്ലാൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗ്ലൈഡ് പ്ലാനും സക്സഷൻ പ്ലാനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. ഈ സക്സഷൻ പ്ലാനിൽ സക്സസർ മെല്ലെ റോള് കയറ്റി വരുന്നു, ഗ്ലൈഡ് പ്ലാനിൽ ഇയാളുടെ റോള് കൂടുതൽ നിന്നും മെല്ലെ ഇല്ലാതെ കൊണ്ടിരിക്കുന്നു, വേറെ സ്ഥലത്ത് സാധനമായി വരുന്നുണ്ട്. അതായത് ഇപ്പം മകന് ട്രാൻസാക്ഷൻ ചെയ്തു നമ്മൾ, പക്ഷെ പെട്ടെന്ന് ഫാദർ മാറി നിന്നു. ഇനിയിപ്പം ഫാദർ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ സ്റ്റക്കായിരിക്കും മോന്. ചിലപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫാദർ ഉണ്ടായിരുന്നു ഇതുവരെ. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് മുമ്പേ എങ്ങനെ ഇത് ഗൈഡ് ചെയ്യും? ഇപ്പോൾ ലൈക്ക് നമ്മൾ ഗൈഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യും എന്നുള്ള സംഭവം. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ പറഞ്ഞതിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫാമിലി കണ്ടിന്യൂറ്റി കൂടാതെ ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഗതി കൂടി ഉണ്ട്. ഈ ബിസിനസ് കണ്ടിന്യൂറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് യുവർ ബിസിനസ് ഈസ് പീപ്പിൾ ഡ്രിവൺ, അതായത് ഓരോ വ്യക്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തെ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ പ്രോസസ്സ് പോകുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അവിടെ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അത് ഫൗണ്ടർ മാത്രമൊന്നുമല്ല, ചിലപ്പോൾ അവിടെ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ഏതെങ്കിലും ഒരാൾ പോയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷണൽ ജോബ് ചെയ്യുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ബിക്കോസ് അവിടെ ആ ബിസിനസ്സിൽ പ്രോസസ്സ് ഇല്ല. അവിടെ അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ് കണ്ടിന്യൂറ്റീൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗനൈസേഷനെ പീപ്പിൾ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിയിട്ട് പ്രോസസ് ഡിപ്പെൻഡൻസിയിലേക്ക് മാറ്റണം. എവറി പ്രോസസ് ഷുഡ് ഹാവ് എൻ SOP ആൻഡ് എ പ്രോസസ്, സോ ദാറ്റ് എനിബഡി ഹു കംസ് ആൻഡ് ടു ദാറ്റ് പൊസിഷൻ ഹി നോസ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസർ നമ്മൾ കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ വരുമ്പോൾ അയാളുടെ അടുത്തുനിന്ന് ഈ മാനേജേഴ്സിൻ്റെ ഡിപ്പെൻഡൻസ് കുറയും. ബിക്കോസ് ദേ നോ വാട്ട് ടു ഡു. അവർക്ക് ഓരോ പണികൾ ചെയ്യാനറിയാം. അവിടെയാണ് സെക്കൻഡ് പാർട്ട് കൂടി വരുന്നത്. പല ഓർഗനൈസേഷൻ ഡെലിഗേഷൻ ഉണ്ടാവില്ല. മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും, സീനിയർ മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാ തീരുമാനം എടുക്കുന്ന ഫൗണ്ടറാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ മാനേജേഴ്സൊക്കെ ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് മറ്റേ MDക്കോ അല്ലെങ്കിൽ ചെയർമാനോ അല്ലെങ്കിൽ CEOക്കോ വാട്ട് ഹു ആർ ദ ഫൗണ്ടർ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പണി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഉത്തരവാദിത്തമില്ല. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിന് സൊല്യൂഷൻ വേണം. അപ്പോൾ അയാൾ സൊല്യൂഷൻ പറയും, അപ്പോൾ അത് ഇവർ മറ്റവരോട് കമ്മ്യൂണിക്കേറ്റ്. ഇവർ വെറും ഒരു ചാനൽ മാത്രമേ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ് മക്കളെ ഏൽപ്പിച്ചങ്ങാണ്ട് ഫാദർ എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അതേമാതിരി അയാളുടെ അടുത്തേക്ക് വരും. അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എംപ്ലോയീസിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്, കസ്റ്റമറുടെ അടുത്തൊരു പ്രശ്നമുണ്ട്, കോമ്പനിയുടെ അടുത്തൊരു പ്രശ്നം, എന്താ ചെയ്യാന്ന് വെച്ചുകൊണ്ട് ഇയാളുടെ അടുത്ത് വരും.
ഇയാളുടെ മറുപടി ഉണ്ടാവില്ല. കാരണം ഈസ് ഹിയർ ഓൺലി ലാസ്റ്റ് 1 വീക്ക് ഓർ വളരെ ചെറിയ എക്സ്പീരിയൻസ് ഇവർക്കുള്ളൂ. തീർച്ചയായിട്ടും. ഇനി ഇവർക്ക് ആരെങ്കിൽക്കോ ഒരു ഉത്തരവാദിത്തം എടുത്ത് സ്വന്തം തീരുമാനം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങോ ഡെവലപ്മെൻറ്റോ മുമ്പത്തെ ആൾ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് 10-15 years they have been equipped, they have been doing this thing this way. അവർ വെറും കയ്യും കാലും മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ഒരു കണ്ടിന്യൂറ്റിയിൽ ചിന്തിക്കുന്ന ഓണർ എന്ത് ചെയ്യണം? ഇതിനെ പ്രോസസ് ഡ്രിവൺ ആക്കുന്നതോടൊപ്പം തന്നെ ഹീ ഷുഡ് ഡെലിഗേറ്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ പീപ്പിൾ അണ്ടർ ഹിം. അങ്ങനത്തെ ആൾക്കാർ ജോലിക്ക് വെക്കാൻ പാടുള്ളൂ, കപ്പാസിറ്റി ഉള്ള. അല്ലാതെ ശമ്പളം കുറവാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൂടെ കുറേ കാലം അയക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വെറും ഒരു ഡെലിവറി സർവീസ് നടത്തുന്നുള്ളൂ. ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടുന്ന് പറഞ്ഞ സൊല്യൂഷൻ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള പണി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ബറ്റാലിയനാണ് ഇയാളെ കീഴിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു നാളെ മകൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ചെറിയ കാര്യത്തിനും ഇവർക്ക് ഇയാളുടെ ആവശ്യമില്ല. ഒരു സൈനിങ് അതോറിറ്റി മാത്രമായിരിക്കും ഒരു പരിധി വരെ. എക്സാക്ട്ലി. പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരാളെ കൊടുത്തിരുത്താനും പാടില്ല. ആ ട്രാൻസിഷൻ വേണം. ഇഫ് ഹീ ഈസ് ഗോയിങ് ടു ബി ഇൻ ദ ബിസിനസ്, ഹീ ഷുഡ് ബി ഇൻ ദറ്റ് ബിസിനസ് ഫ്രം ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇറ്റ് സെൽഫ്. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഈ മക്കൾ ബിസിനസ് ലീഡ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഒരു മിത്താണ്, ഒരു തെറ്റായ ധാരണ. അതിൻ്റെ ആവശ്യം വരാൻ പാടില്ല. ഒരു കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹാർമണി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, കുടുംബത്തിലെ മക്കൾ ബിസിനസ് ലീഡ് ചെയ്താൽ ഈ സാധനം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു ഫോർമുല ഉണ്ടാവാൻ പാടില്ല. ബിസിനസ് ഫാമിലിൻ്റെ വെൽത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ പിന്നെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ ആരാണോ ഏറ്റവും ബെസ്റ്റ് അയാളാണ് ആ പോസ്റ്റിൽ ഇരിക്കേണ്ടത്. അതല്ല കുടുംബക്കാരനെ അല്ലെങ്കിൽ മക്കളാരെങ്കിലും കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ, ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിന് അത്രയും വെൽത്ത് കുറയാണ്, കുടുംബത്തിന് അത്രയും കണ്ടിന്യൂറ്റിയുള്ള ചാൻസ് കുറയാണ്, കുടുംബത്തിന് അത്രയും ഗ്രോ ചെയ്യാനുള്ള ചാൻസ് കുറയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലിമിറ്റഡ് ടു ഹിസ് കപ്പാസിറ്റി. നമുക്ക് ആ കപ്പാസിറ്റി അളക്കാൻ പറ്റും ഒരു പരിധി വരെ. പറ്റണം. കാരണം ഇപ്പോൾ രണ്ട് രീതിയിൽ പിന്നെ ഈ ഒരു മിത്ത് ബിസിനസ്സുകളെ അഫക്റ്റ് ചെയ്യും. ഒന്ന്, കഴിവില്ലാത്ത ഒരാൾ ആ പോസ്റ്റിലേക്ക് വരിക എന്നുള്ളത്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഓബിയസ്. അപ്പോൾ കഴിവില്ലാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ചില കേസിൽ താല്പര്യമില്ലാത്ത ഒരാളെ കൊടുക്കുന്ന കേസും വരും. മകൻക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു സംതിങ്. പക്ഷേ അണ്ടർ സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, ഹീ ഈസ് ഗോയിങ് ടു ഹെഡ് ഇറ്റ്. ആ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവൻ്റെ പ്രയോറിറ്റിയിൽ ആ സാധനം ഉണ്ടാവില്ല, അവൻ്റെ പാഷനല്ല. ആൻഡ് ഹി ഡസൻറ്റ് നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതതിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഫാമിലി മെമ്പേഴ്സ്, ഫൗണ്ടർ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പല വേഷം കെട്ടിയിട്ടുണ്ടാവും. അയാൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ സെൽഫ് എംപ്ലോയിഡ് ആവാം, പിന്നെ അയാളൊരു മാനേജറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, പിന്നെ അയാളൊരു ഡയറക്ടറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, പിന്നെ അയാൾ ഒരു ഓണറിൻ്റെ റോളിലേക്കൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഈ സെക്കൻഡ് ജനറേഷന് ആ ജേണി കൂടി പോകണം നിർബന്ധമില്ല. ദേ ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ഡയറക്ടർ റോൾ ഓർ ദി ഓണേഴ്സ് റോൾ. ഒരു ഫാമിലി ബിസിനസ്സിൽ ഫൗണ്ടർ ചെയ്യേണ്ട ഒരു പണി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഓണേഴ്സ് ആവാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് ബിസിനസ് ഫ്രം എ ബാഡ് ബിസിനസ്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് സ്ട്രാറ്റജി ഫ്രം എ ബാഡ് സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് CEO പുറത്തുള്ള ആളെ കൊടുന്ന് വെച്ചാലും, ഏത് ബോർഡ് ഓഫ് ഡയറക്ടർ പുറത്തുള്ള ആളെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാലും ഇവർ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോളജ് അവർക്കുണ്ടായാൽ മതി. ആൻഡ് ദെൻ ദേ ക്യാൻ ഗോ ഇൻ ദെയർ സ്ട്രീംസ്. ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു സക്സസ്, അല്ലെങ്കിൽ ഒരു ഫാമിലീൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ മെമ്പറിൻ്റെയും സക്സസ് ആണ്, അല്ലാതെ ബിസിനസ്സിൻ്റെ സക്സസ് അല്ല. ഈ ഫാമിലി ബിസിനസ്സുകൾ വഴി കുടുംബത്തിൽ ഓരോ ആൾക്കാരുടെ കഴിവ് അവരുടെ മേഖലയിൽ അവർക്ക് വിജയിക്കാൻ പറ്റണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി സക്സസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ഓരോ വാപ്പാക്ക് കുറച്ച് മക്കളുണ്ട്, അതിൽ ബിസിനസ്സിൽ കഴിവുള്ളവർ മാത്രമേ സക്സസ്ഫുൾ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കുടുംബം ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്, അവർക്ക് വേണ്ട സപ്പോർട്ടൊന്നും കൊടുക്കില്ല, ടൈം വേസ്റ്റ് കണക്കാക്കുകയാണെങ്കിൽ ദാറ്റ് ഫാമിലി ഈസ് എ ഫെയിലിയറാണ്. അവർ പിന്നെ എക്സിസ്റ്റിംഗ് ഉണ്ടാവില്ല, അവർക്ക് അതിലൊന്നും മൈലേജ് കിട്ടൂല. അതൊക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇല്ലാതായി പോകും. സോ താങ്ക് യു വെരി മച്ച് അമീൻ ഹസൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ബിസിനസ്സിൽ ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നില്ല, ഞാൻ തന്നെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നത്. ഇനി ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ഫാമിലി ബിസിനസ്സിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ സൽമാൻ ഫാരിസ്. ബൈ. താങ്ക് യു. ഓക്കെ.